ഹായ്, സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ 5ാമത്തെ ക്ലാസ് അല്ലേ. പല സിറ്റുവേഷൻ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ സംസാരിക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ വാല, വാലി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. യെ വാല, യെ വാലി, വോ വാലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് സംസാരിക്കാം, ഇന്നത്തെ ക്ലാസ് അതാണ്. ഓക്കെ, യെ വാല എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് കുറേ സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഷോപ്പിൽ പോയി കുറേ സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു കളർ പറയണം. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ യെ വാല എന്ന് ഉപയോഗിക്കും. ഓക്കെ, ഇപ്പോൾ കുറേ മീനുണ്ട്, നമുക്ക് അതിൽ നിന്നൊരു മീൻ വേണം, ഒരു ഫിഷ് വേണം. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ യെ വാലി എന്ന് ഉപയോഗിക്കും. ഓക്കെ, കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെ വാല, വോ വാല എന്നൊക്കെ എങ്ങനെ സംസാരിക്കാം. യെ വാല ദിക്കാവോ മുജെ എന്ന് പറഞ്ഞാൽ എന്താണ്? യെ വാല ദിക്കാവോ മുജെ. ഒരു ഷോപ്പിൽ പോയിട്ട് കുറേ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരു ഡ്രസ്സ് പറയണം. നമ്മളങ്ങനെ പറയും യെ വാല ദിക്കാവോ മുജെ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ ഇതൊന്ന് കാണിക്കൂ, ഇതിൽ നിന്ന് ആ ഒരു കളർ കാണിക്കൂ എന്ന് പറയണമെങ്കിലാണ് നമ്മൾ യെ വാല, വോ വാല എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യത്തത്. അപ്പോൾ യെ വാല ദിക്കാവോ മുജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്നെ കാണിക്കൂ. യെ വാല ദിക്കായേ, കുറച്ച് ബുദ്ധ ആത്മീയാണ് മുന്നിലുള്ളെങ്കിൽ, കുറച്ച് പ്രായമുള്ള ആളാണെന്ന് നമ്മളിങ്ങനെ പറയും യെ വാല ദിക്കായേ. എങ്ങനെ പറയും? യെ വാല ദിക്കായേ. ടീക്കേ, അല്ലെങ്കിൽ യെ വാല കൃപയ ദിക്കായേ എന്നൊക്കെ പറയാം. മുജെ യെ വാല ദിക്കാവോ എന്ന് പറയാം. ടീക്കേ, തെറ്റില്ല. അപ്പോൾ നമ്മൾ ഈ മുജെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ എൻഡിൽ വെച്ചിട്ട് നമ്മൾ സംസാരിച്ച് നോക്കണം. ടീക്കേ, യെ വാല ദിക്കാവോ മുജെ, ഇതെന്നെ കാണിക്കൂ. മുജെ യെ വാല ദിക്കാവോ എന്ന് പറഞ്ഞാൽ എന്നെ ഇത് കാണിക്കൂ എന്നാണ് അർത്ഥം. ടീക്കേ, യെ വാല ദിക്കാവോ ഉസ്കോ. ടീക്കേ, അല്ലെങ്കിൽ ഉസേ, ഇത് അവനെ അല്ലെങ്കിൽ അവളെ കാണിക്കൂ എന്നാണ് അർത്ഥം. ടീക്കേ, യെ വാല ദിക്കാവോ ഉസേ അല്ലെങ്കിൽ ഉസ്കോ. നെക്സ്റ്റ്, യെ വാല കേസെ ദേ രഹാ ഹെ അല്ലെങ്കിൽ ദേ രഹേ ഹെ. ഓക്കെ, നിങ്ങൾ ഇത് എങ്ങനെയാണ് നൽകുന്നത്, ഇതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് ചോദിക്കണം. നമുക്ക് എങ്ങനെ ചോദിക്കാം? യെ വാല കേസെ ദേ രഹേ ഹെ. ഓക്കെ, യെ വാല, ഈ ഡ്രസ്സ് അല്ലെങ്കിൽ ഈ സാധനം എത്ര പൈസക്കാണ് നമുക്ക് ചോദിക്കണം. യെ വാല കേസെ ദേ രഹേ ഹെ. ടീക്കേ, എന്താണ് ഇതിൻ്റെ വില എന്നൊക്കെ ചോദിക്കണം. നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ടീക്കേ, നോക്കാം. യെ വാല അച്ഛാ നഹി ലഗ് രഹാ ഹെ. യെ വാല അച്ഛാ നഹി ലഗ് രഹാ ഹെ. അങ്ങനെയാണ് നമ്മൾ പറയാം. നാടൻ ഭാഷയിൽ എങ്ങനെ പറയും? യെ വാല അച്ഛാ നഹി ലഗ് രഹാ ഹെ, യെ വാല അച്ഛാ നഹി ലഗ് രഹാ ഹെ, ലഗ് രേ. ഓക്കെ, അപ്പോൾ യെ വാല അച്ഛാ നഹി ലഗ് രഹാ ഹെ എന്ന് പറഞ്ഞാൽ ഇത് നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളൊരു വസ്ത്രം എടുക്കാൻ പോയാൽ, ഒരു തുണി എടുക്കാൻ പോയ ഷോപ്പിൽ പറയുന്ന പോലെ നമുക്ക് മീൻ കടയിൽ പറയാൻ പറ്റില്ല. കപ്പട എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമാണ്. അതുപോലെ തന്നെ മച്ചിലി, ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് യെ വാല മച്ചിലി എന്ന് പറയാൻ പറ്റില്ല. യെ വാലി മച്ചിലി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, ഈ വാല, വാലി ഉപയോഗിക്കുന്നത് നമ്മൾ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നെല്ലാം നോക്കിയിട്ടാണ് ഉപയോഗിക്കാറ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ തെറ്റാണ്ട് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ തെറ്റാണ്ടല്ലേ പറയേണ്ടത്. അപ്പോൾ യെ വാല അച്ഛാ നഹി ലഗ് രഹാ ഹെ, ഇത് നമ്മളെവിടെയാണ് പറയുന്നത്? ആ തുണീനെ കുറിച്ചാണ് പറയുന്നത്. ആ തുണി യോ വാല അച്ഛാ നഹി ലഗ് രഹാ ഹെ എന്ന് പറഞ്ഞാൽ അത് നല്ല തുണിയല്ല. നേരെ മറിച്ച് അതൊരു നമ്മൾ മീൻ മാർക്കറ്റിലാണ് പോയിട്ട് പറയുന്നത് യെ വാലി അച്ചി നഹി ഹെ യാർ, യെ വാലി ഗന്ദി ഹെ യാർ, യെ മച്ഛലി ഗന്ദി ലഗ് രഹി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എന്താണ്, മീൻ വളരെ മോശമായിട്ട് തോന്നുന്നു. അപ്പോൾ കപ്പട പുല്ലിംഗമായിട്ടല്ലേ ലഗ് രഹാ ഹെ എന്ന് പറഞ്ഞാൽ ലഗ് രേ. അതുപോലെ സ്ത്രീ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്ത്രീലിംഗമാണെങ്കിൽ മച്ചിലി ഒരു ഫിഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ ഈ ഫിഷ് അച്ചി നഹി ഹെ, യെ ഫിഷ് ഗന്ദി ഹെ, പുരാണി ഹെ. ഓക്കെ, യെ ഫിഷ് പുരാണി ഹെ എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് മോശമാണ്, പഴയതാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പച്ചക്കറി മാർക്കറ്റ് പോയ പോലെ ഫിഷ് മാർക്കറ്റ് പറയാൻ പറ്റില്ല. ഫിഷ് മാർക്കറ്റ് പോയ പോലെ തുണിക്കടയിൽ പോകാൻ പറ്റില്ല, തെറ്റും. ഓക്കെ, കപ്പട എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണെങ്കിൽ സാഡി എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. യെ കപ്പട അച്ഛാ ഹെ, യെ സാഡി അച്ചി ഹെ. ഓക്കെ, തെറ്റാതെ പറയാം നമുക്ക്. അപ്പോൾ കപ്പട എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. മച്ചിലി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. യെ വാലി സാഡി ദിക്കാവോ, യെ വാലി സാഡി ദിക്കാവോ. കപ്പട ഷോപ്പ് പോയിട്ട് യെ വാലി സാഡി ദിക്കാവോ. ഓക്കെ, എന്നെ ഈ സാരി ഒന്ന് കാണിക്കൂ. യെ വാലി വന്നു. ഓക്കെ, അല്ലെ വോ വാലി കപ്പട ദിക്കാവോ, വോ വാല കപ്പട ദിക്കാവോ, യെ വാലി സാഡി ദിക്കാവോ. യെ നീലി വാലി സാഡി ദിക്കാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാലി എന്നാണ് അവിടെ. അപ്പോൾ ഈ നീല സാരി എന്നെ കാണിക്കൂ എന്നാണ്. നീലി വാലി. ടീക്കേ, കാലി വാലി എന്ന് പറഞ്ഞാൽ കറുത്ത കളറ്. നീലി വാലി എന്ന് പറഞ്ഞാൽ നീല കളറ്. ഓക്കെ, അപ്പോൾ ഈ നീല സാരി എന്നെ കാണിക്കൂ. വോ വാല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരെണ്ണം എന്നാണ്. ടീക്കേ, വോ വാല എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണം. ഏ വാല, വോ വാല. ടീക്കേ, വോ വാല തോടാ ദിക്കായിയേ, അതൊന്ന് കാണിച്ചാലും. ഓക്കെ, വോ വാല തോടാ ദിക്കായിയേ പ്ലീസ്.
നമ്മളെ ഓപ്പോസിറ്റിൻ്റെ ആൾ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പം നമുക്ക് പോയിട്ട് ഓ വാല ദിക്കാവോ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണം നമ്മൾ. ഡൽഹിയിലും യു പിയിലൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുക. എങ്ങനെ സംസാരിക്കും? പ്ലീസ് തോടാ ദിക്കായിയേ, ഓ വാല ദിക്കായിയേ എന്ന് പറയും. എങ്ങനെ പറയും? എന്നെ അതൊന്ന് കാണിച്ചാട്ടെ, അതൊന്ന് കാണിച്ചാലും ഓ വാല ദിക്കായിയേ. എന്നെക്കാട്ടെ ഏജിൽ കുറഞ്ഞ ആളല്ലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, തോടാ ഓ വാല ദിക്കാവോ, ഓ വാല ദിക്കാവോ എന്ന് പറയാം. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഒരാളെ. അപ്പോൾ പ്രായമുള്ളൊരു സ്ത്രീയെല്ലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് ഷോപ്പിൽ പോയാൽ പറയാം ഓ വാല തോടാ ദിക്കായിയേ, അതൊന്ന് എന്നെ കാണിച്ചാലും. ഓക്കെ, അല്ലെങ്കിൽ ഓ വാലി സാരി ദിക്കായിയേ, ആ സാരി എന്നെ ഒന്ന് കാണിച്ചാലും. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓ വാല കളർ സഹി നെയ്യേ, ഓ വാല കളർ സഹി നെയ്യേ, ആ കളർ എനിക്കത്ര ശരിയല്ല, അത്ര ഇഷ്ടപ്പെട്ടിട്ടാ. സഹി നെയ്യേ, അച്ഛാ നെയ്യേ. ഓക്കെ, ഉസ്കേ ലിയേ വോ വാല ഖരീദോ, അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി. ഉസ്കേ ലിയേ എന്ന് പറഞ്ഞാൽ അവനും ആവാം അവളും ആവാം. ഓക്കെ, അപ്പോൾ ഉസ്കേ ലിയേ വോ വാല ഖരീദോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് വേണ്ടിയിട്ട് അത് വാങ്ങിക്കോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിക്കോ എന്നാണ് അർത്ഥം. ഓക്കെ, ഓ വാലി മച്ചിലി കേസി ഹെ, ഞാൻ ഇപ്പോൾ പറഞ്ഞു കപ്പട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പുല്ലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഓ വാല എന്ന് പറഞ്ഞത്. ഇപ്പം മച്ചിലി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഓ വാലി മച്ചിലി ദിക്കായേ എന്ന് പറയും. ടീക്ക്, ഓ വാലി മച്ചിലി കേസി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫിഷ് എങ്ങനെയാണ്, എത്രയാണ് പൈസ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഓ വാലി മച്ചിലി കേസി ഹെ എന്ന് പറയാം. ടീക്ക്, സബ്ജി പച്ചക്കറി. ഓക്കെ, സബ്ജി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ടീക്ക്, ഓ വാലി സബ്ജി എന്ന് നമുക്ക് പറയാം, ഓ വാലി സബ്ജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദില്ലി വാലി അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ദില്ലി വാലി, മുംബൈ വാലി, കേരൾ വാലി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദില്ലി വാലി എന്ന് പറഞ്ഞാൽ ആ ദില്ലിയിലത്തെ ഒരാളെയാണ് ദില്ലി വാലി എന്ന് പറയുന്നത്. ടീക്കെ, അല്ലെ ദില്ലി വാല എന്ന് പറയുന്നത്. ടീക്കെ, ദില്ലിയിലത്തെ നിന്ന് സെറ്റിലായ ഒരാളെ നമ്മൾ ദില്ലി വാല എന്ന് പറയാം. ടീക്കെ, അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കേരൾ വാല എന്ന് പറയും. നമ്മൾ നോർത്തൺ സൈഡിൽ പോയാൽ അവർ പറയും ഇത്തോ കേരൾ വാലയിൽ എടുക്കുക, കേരൾ വാലിയിൽ ഇടുക്കി, അങ്ങനെ പറഞ്ഞ് പഠിക്കണം ചെയ്യും അവർ. ഓക്കെ, അപ്പോൾ തേരി ദില്ലി വാലി ഗേൾ ഫ്രണ്ട് ആജ്കൽ കഹാ ഹെ. ഇവിടെ തേരി വന്നു, കാരണം എന്താ അറിയോ? തേരി നമ്മളൊരു സ്ത്രീയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തേരി ദില്ലി വാലി ഗേൾ ഫ്രണ്ട്, ഇവിടെ ദില്ലി വാലി ഗേൾ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, തേരി ദില്ലി വാലി ഗേൾ ഫ്രണ്ട്, അതായത് നിൻ്റെ ദില്ലി കാമുകി എവിടെയാണ്? ഓക്കെ, ഈ നീ എന്നില്ലേ നിൻ്റെ എന്നുള്ളത്, അതാരാണാവാം, ഒരു പെണ്ണാവാം. ആണാണല്ലോ പെണ്ണിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ തേരി ദില്ലി വാലി ഗേൾ ഫ്രണ്ട് ആജ്കൽ കഹാ ഹെ, നിൻ്റെ ദില്ലി വാലി ആ പെണ്ണ് എവിടെയാണ് എന്നാണ് അർത്ഥം. ടീക്കെ, ദൂത് വാല എന്ന് പറഞ്ഞാൽ എന്താണ്? പാൽക്കാരൻ. ടീക്കെ, ദൂത് വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? പാൽ വിൽക്കുന്ന സ്ത്രീയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൂത് വാലി എന്ന് പറയുന്നത്. ടീക്കെ, ഓ ദൂത് വാല ആയേക്കാ, ആ പാൽക്കാരൻ വന്നോ? ഓ ദൂത് വാല ആയേക്കാ എന്ന് പറഞ്ഞാൽ ആ പാൽക്കാരൻ വന്നോ? ഓ ദൂത് വാലി ആയിയേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പാൽക്കാരി വന്നോ എന്നാണ് അർത്ഥം. ദൂത് വാലിയിൽ നിന്നും നമുക്കങ്ങനെ പറയാം. ഓക്കെ, ഏ വാല ഓ വാല, കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. ഏ വാല ഓ വാല. അതുപോലെ തന്നെയാണ് ദില്ലി വാലി. ടീക്കെ, ചായ് വാലി. ഓക്കെ, ചായ് വാല, ചായ വിൽക്കുന്ന ഒരാളെ ഒരു മെയിലിനെയാണ് നമ്മൾ ചായ വാല എന്ന് പറയുന്നത്. ചായ് വാലി എന്ന് പറഞ്ഞാൽ ചായ വിൽക്കുന്ന പെണ്ണും ആയിക്കൂടെ, സ്ത്രീയും ആയിക്കൂടെ. അപ്പോൾ ചായ് വാലി. ഓക്കെ, അപ്പോൾ ദുക്കാൻ വാല എന്ന് പറഞ്ഞാൽ കടയുടമ. ടീക്കെ, അതൊരു മെയിൽ. ദുക്കാൻ വാലി എന്ന് പറഞ്ഞാൽ കടയുടമ, ഒരു സ്ത്രീയെ നമ്മളെന്ത് പറയും? ദുക്കാൻ വാലി എന്ന് പറയും. ഓക്കെ, സബ്ജി വാല, സബ്ജി വിൽക്കുന്ന, പച്ചക്കറി വിൽക്കുന്ന ഒരാൾ നമ്മൾ സബ്ജി വാല എന്ന് പറയും. സബ്ജി വാലി എന്ന് പറഞ്ഞാൽ പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ സബ്ജി വാലി എന്ന് പറയുന്നത്. ടീക്കെ, കാംവാല വേലക്കാരൻ. ടീക്കെ, വീട്ടിൽ പണിയെടുക്കുന്ന ഒരാളെ നമ്മൾ കാംവാല എന്ന് പറയും. കാംവാലി ആയേക്കാ, ആ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടാ, നൗക്കറാണി കാംവാലി. ഓക്കെ, മേ അഭി ജാനേ വാല ഹും. ഇപ്പോൾ നമ്മൾ അറ്റ് ബോട്ട്, ഞാൻ ഇപ്പോൾ പോകാൻ നിൽക്കുകയാണെന്ന് പറയാം. നമ്മളെങ്ങനെ പറയും? ഈ വാല എന്ന് ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കും? മേ അഭി ജാനേ വാല ഹും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പോകാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് മേ അഭി ജാനേ വാലി ഹും എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഇറങ്ങാൻ പോവാണ്. മേ അഭി ജസ്റ്റ് നിക്കൽനേ വാല ഹും എന്ന് നമുക്ക് പറയാം. എങ്ങനെ പറയാം? മേ അഭി ജസ്റ്റ് നിക്കൽനേ വാല ഹും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇറങ്ങും. അഭി മേ ജാനേ വാല ഹും, മേ അഭി ജാനേ വാല ഹും. ഓക്കെ, ജാനേ വാല ഹും എന്ന് വന്നു. അപ്പം എന്താ, ഈ മേ ആരാണ്? ഞാനൊരു പുരുഷനാണ്. അപ്പം മേ ജാനേ വാല ഹും, ഞാനിപ്പം മേ ജാനേ വാല ഹും എന്ന് പറയും. പക്ഷേ സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും? മേ ജാനേ വാലി ഹും എന്ന് പറയും. എന്ത് പറയും? മേ ജാനേ വാലി ഹും. വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് മേ വോ അഭി നിക്കൽനേ വാല ഹെ. ടീക്കെ, നിക്കൽനേ വാല ഹെ, അവനിപ്പോൾ ജസ്റ്റ് ഇറങ്ങും, ഇവിടുന്ന് പുറത്തിറങ്ങും. വോ അഭി നിക്കൽനേ വാല ഹെ. ടീക്കെ, അതൊരു അവൻ എന്ന് പറയുന്നത് ഒരു പുരുഷനായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീയാണെങ്കിൽ നമ്മളെങ്ങനെ പറയും?
വോ അഭി നിക്കൽനെ വാലി ഹെ എന്ന് പറയും. ടീക്കെ നിക്കൽനെ വാല ഹെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ ഇറങ്ങാൻ പോവുകയാണ്. വോ അഭി നിക്കൽനെ വാല ഹെ. വോ അഭി നിക്കൽനെ വാലി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ ഇപ്പോൾ ഇറങ്ങും. വോ അഭി നിക്കൽനെ വാലി ഹെ. ടീക്കെ मैं तुम्हें बोलने वाला ही था. ടീക്കെ मैं तुम्हें ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ വേണ്ടി വരികയായിരുന്നു അത്. അപ്പം എങ്ങനെ പറയും? मैं तुम्हें बोलने वाला ही था. ടീക്കെ ഒരു സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും? मैं तुम्हें बोलने वाली थी. ടീക്കെ मैं तुम्हें बोलने वाली थी എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് പറയാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ടീക്കെ मैं तुम्हें बोलने वाले था. ടീക്കെ അതായത് ഞാൻ ഇപ്പോൾ പറയാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആണ് പറയും. അപ്പം നമ്മൾ ये वाला वो वाला, ठीक है, दिल्ली वाला मुंबई वाला, दिल्ली वाली, ठीक है, दिल्ली वाली ഗേൾഫ്രണ്ട്, ठीक है, दिल्ली वाला ബോയ്ഫ്രണ്ട്, അതുപോലെ തന്നെ ദില്ലി വാല ദില്ലി വാലി. നെക്സ്റ്റ് പഠിച്ച് നമ്മൾ എന്താണ്? ദൂത് വാല, ചായ് വാല, സബ്ജി വാല, മോമു വാല. ഒക്കെ മോമു വെക്കുന്ന ആൾ നമ്മൾ മോമു വാല എന്ന് പറയാം. ഓക്കെ, മോമു വെക്കുന്ന ഒരാളാണെങ്കിൽ മോമു വാല എന്ന് പറയാം. ടിക്കോ സമൂസ വാല, സമൂസ ഉണ്ടാക്കുന്ന ഒരാൾ നമ്മൾ സമൂസ വാല എന്ന് പറയും. ഗർവാല, ഗർവാല എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെ എൻ്റെ ഇപ്പം ഗർവാലി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ മെയിൻ ആളാണ് നമ്മൾ ഗർവാലി എന്ന് പറയും. ഇപ്പം എൻ്റെ ഭാര്യയാണ് ഞാൻ ഗർവാലി എന്ന് പറയും. ठीक है, ഗർവാലി നെഹി ഹെ, ഗർവാലി യഹാ നെഹി ഹെ എന്ന് പറഞ്ഞാൽ അതൊന്നും എൻ്റെ വൈഫ് ഇവിടെ ഇല്ല. ठीक है, ഗർവാല എന്ന് പറയുന്നത് വൈഫ് പറയും. ठीक है, എൻ്റെ ഭാര്യ എങ്ങനെ പറയാം? ഗർവാല എന്ന് പറയും. ഓക്കെ, അപ്പോൾ പിന്നെ ബോൾനെ വാല, അറ്റ് ബോട്ട്, ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാം? ഈ വാല എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും അത് ഉപകാരപ്രദമാവും. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വരാം, പുതിയ ടോപ്പിക്കായിട്ട്.